മുഖ്യമന്ത്രി പറഞ്ഞതും തോമസ് ഐസക് പറഞ്ഞതും രണ്ട് കോണ്ടെക്സ്റ്റിൽ കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ചെറ്റത്തരം എന്ന് വിളിച്ചതിനകത്ത് ഇത് ചെറ്റപ്പുര അങ്ങനെ ഒരു പഴയ അർത്ഥമുണ്ട്. നമ്മൾ വിളിക്കുന്ന പല തെറികൾക്കും അങ്ങനെ ഒരു അർത്ഥമുണ്ട്. നമ്മളല്ല, വേറെ ആരെങ്കിലും തെണ്ടി എന്ന് പറയുന്നതിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടായിരിക്കില്ല, അതൊരു മോശം കാര്യം ചെയ്തു എന്ന് ചോദിച്ചില്ല. പക്ഷേ ഇതല്ല, ഇത് അധിക്ഷേപമല്ല, പുച്ഛമാണ്. ഈ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പുച്ഛം എന്ന് പറയുന്നൊരു ഒരു 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 സാധനം തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. ഏതോ ഒരു നടി എന്ന് മുമ്പ് ഒരു 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 മഹാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? സീരിയൽ നടിമാരെ കുറിച്ച് പറഞ്ഞ വലിയ കോൺട്രവേഴ്സി ഓർക്കുന്നു. സീരിയൽ നടിമാരെന്തോ ഭയങ്കര മോശം ആളുകളാണ് കേട്ടോ, അതുകൊണ്ട് അവർ കൊള്ളൂല. അതുപോലെയാണ് സിനിമയിൽ. അപ്പോൾ പിഷാരടി തമാശ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണെന്ന് തോമസ് ഐസക് ആരോ പറഞ്ഞു കൊടുത്തു കാണും. അപ്പോൾ അയാൾ എന്തോ മോശമാണ് എന്നുള്ളതാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ അയാൾ ശരിയല്ല. ഇതേ തോമസ് ഐസക്കാണ് പണ്ട് അദ്ദേഹം ധനമന്ത്രിയായിരുന്നപ്പോൾ വി ഡി സതീശനുമായി വാക്പോര് വന്നപ്പോൾ വി ഡി സതീശൻ പരസ്യമായി ഒരു ചർച്ചയ്ക്ക് വെല്ലുവിളിക്കുന്നു. അപ്പോൾ പറഞ്ഞത് ആരെ വി ഡി സതീശനോ? എൻ്റെ സെക്രട്ടറി വരും ചർച്ചയ്ക്ക് എന്നാണ് പറഞ്ഞത്. എൻ്റെ പട്ടി വരും എന്നാണ് എൻ്റെ അർത്ഥം. അത് അതിൻ്റെ മലയാളം. അത് വലിയ കോൺട്രവേഴ്സിയായി. അവസാനം വി ഡി സതീശന് മുമ്പിൽ ഇപ്പോൾ ഇരുന്ന് കൊടുക്കേണ്ടി വന്നു. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എക്കണോമിക്സ് പോളിടെക്നിക്ക് പഠിക്കാത്ത വി ഡി സതീശൻ തോമസ് ഐസക്കിനെ നിലംപരിച്ചാക്കുന്ന നമ്മൾ കണ്ടത്. പക്ഷേ ആ തുടങ്ങുന്നത് എൻ്റെ സെക്രട്ടറി വരും എന്ന് പറഞ്ഞു കൊടുത്തതാണ്. ഇത് തോമസ് ഐസക്കിൻ്റെ മാത്രം പ്രശ്നമല്ല. രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും ആളുകളെ പുച്ഛിക്കാം, പക്ഷേ അതിന് ഒരു 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 എന്താ പറയുക, അയാൾ അർഹിക്കാത്ത പുച്ഛം ഒരാൾക്ക് കൊടുക്കരുത്. ആ പുച്ഛത്തെ ഒരാളെ മോശക്കാരനാവുന്നത് അയാൾ ചെയ്യുന്ന തൊഴിൽ കൊണ്ടോ അയാളിൽ ഏർപ്പെടുന്ന മറ്റെന്തെങ്കിലും ജീവിത വൃത്തി കൊണ്ടോ ആകുന്നത് വളരെ മോശമല്ലേ? ഒരാൾ ഇപ്പോൾ ജഗതി ശ്രീകുമാർ വെറും കോമഡി നടൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും പറയൂ? ഇല്ല. പക്ഷേ കുറച്ചു കാലം മുമ്പ് ഒരു ജഗതി ശ്രീകുമാർ അങ്ങനെയായിരുന്നു. ഇന്ദ്രൻസ് അങ്ങനെയായിരുന്നു. നമ്മുടെ നാട്ടിലെ പല തമാശ പറയുന്ന ആളുകളെക്കുറിച്ചും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അതാരും പറയില്ല. സീരിയൽ നടിമാരെക്കുറിച്ച് ഇപ്പോൾ പറയില്ല, ഒരു 2-3 വർഷം മുമ്പ് വരെ പറയുമായിരുന്നു. അങ്ങനെ നാട്ടിൽ കൊള്ളാവുന്ന ജോലികളും നാട്ടിൽ കൊള്ളാത്ത ജോലികളും എന്ന് രണ്ടായി തരംതിരിച്ചിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് ബാക്കിയുള്ളവരെ പുച്ഛമാകുമ്പോൾ ജനങ്ങൾക്ക് ഈ രാഷ്ട്രീയക്കാരോട് പുച്ഛമാണെന്നും പണിയെടുക്കാതെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ സഭ്യമായി പറഞ്ഞാൽ എന്ന് വരെ അവരെക്കുറിച്ചുമുണ്ട്. അപ്പോൾ അതൊക്കെ അവർ ഓർത്താൽ കൊള്ളാം. അപ്പോൾ പ്രശ്നം രാഷ്ട്രീയ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ല, പുച്ഛമാണ്. പുച്ഛിക്കുമ്പോൾ അത് നിങ്ങൾക്കെതിരെ തിരിച്ചടിക്കുമെന്ന് മാത്രം ഓർത്താൽ മതി. രാഷ്ട്രീയത്തിൽ പൊതുജീവിതത്തിൽ ഈ പുച്ഛത്തിന് തീരെ പദവിയില്ല, തീരെ വിലയില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ.